ഒരു ഇടവക ജനത്തിന് വേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളും കർത്താവ് ഇതാ ഈ അൾത്താരയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്ക് വിശ്വാസത്തോടും തീഷ്ണതയോടും കൃപയുടെയും കരുണയുടെയും സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. അതാണ് ഇത്. കർത്താവിന്റെ കൃപയും കരുണയും നിരന്തരം തന്റെ ജനത്തിന് വേണ്ടി ഒഴുക്കുന്ന ഇടമാണ്, സിംഹാസനമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ് ഈ അൾത്താര. കണ്ടു, ഒരുവന്റെ ഇടവക ദേവാലയത്തിൽ കിട്ടാത്തതൊന്നും വേറെ എങ്ങും കിട്ടില്ല. ഒരുവന്റെ ഇടവക ദേവാലയത്തിൽ കർത്താവ് അവന് വേണ്ടി ഇതാ ഈ സക്രാരിക്കുള്ളിൽ കാത്തിരിക്കുകയാണ്, ഇതിനെ കരുണ കാണിക്കാൻ. നമ്മൾ അതിനോട് പുറംതിരിഞ്ഞു നിന്നിട്ട് നമ്മൾ എങ്ങോട്ട് ഓടിയിട്ട് എന്ത് കാര്യം? ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയായി ദിവ്യ കാരുണ്യമായി കർത്താവ് നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ഓരോ അൾത്താരകളിലും ഓരോ ദേവാലയത്തിലും കർത്താവ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ സകല ഇന്നലകളോടും കരുണ കാണിച്ച് നിന്നെ ഐശ്വര്യമുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ.